വയറ്റിൽ കത്രികയുമായി 5 വർഷത്തോളം ജീവിച്ച ഉഷ ജോസഫിന് ഇന്ന് ആശ്വാസം. കത്രിക വയറ്റിൽ നിന്ന് പുറത്തെടുത്തു. 50 കൊല്ലമായാലും കുഴപ്പമില്ലെന്ന് സ്വന്തം തൊഴിലിനെ തന്നെ അവമതിച്ചുകൊണ്ട് രോഗിയുടെ ദുരവസ്ഥയെ പുച്ഛിച്ച ലളിതാംബിക ഡോക്ടർക്ക് ഇന്ന് തൃപ്തിയായിട്ടുണ്ടാവും. എന്താ നാവ് മരച്ചുപോയതെനിക്ക് 50 വർഷത്തെ ഗ്യാരണ്ടി നൽകിയ ആ കത്രികയുടെ ഒരു ഭാഗം ഒടിഞ്ഞു വയറ്റിൽ കിടന്നിരുന്നു. അങ്ങനെ ആ അനശ്വര കത്രിക അമൃതയിലെ ഡോക്ടർമാർ പുറത്തെടുത്തു. അഭിമാനം തോന്നുന്നുണ്ടോ സുപ്രിയ മാഡത്തിന്? അപമാനകരം എന്നാ ഞാൻ പറയുള്ളൂ. ആരോഗ്യമന്ത്രിയാണെങ്കിൽ തുടർച്ചയായ പരാജയങ്ങൾക്കും കഴിവുകേടിനും മാധ്യമങ്ങളുടെ തലയിൽ കയറുകയാണ്. അവരെന്തൊക്കെയോ പുലമ്പുന്നു. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. ഒന്നിനു പിറകെ ഒന്നായി വരുന്ന പിഴവുകൾക്കൊപ്പം മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെ പ്രവർത്തനം തന്നെ സ്തംഭിപ്പിക്കുന്ന തരത്തിൽ ഡോക്ടർമാരുടെ സമരം തുടരുകയും ചെയ്യുന്നു. എന്നിട്ടും മന്ത്രിക്ക് കലിപ്പ് പ്രതിപക്ഷത്തോടും മാധ്യമങ്ങളോടും തന്നെ. നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ആക്രമണമാണ്. ഇതിൽ ചില മാധ്യമങ്ങൾക്കും ഇപ്പം ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് പോലെയുള്ള മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ട് ഗംഭീരമായിട്ടുണ്ട്. നീ കഥയെ സിനിമാക്കാർക്ക് കൊടുക്ക്, 8 നില പൊട്ടും. അതിലൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ ഈ പ്രചരണം നടത്തുകയുണ്ടായി. ഞാനിപ്പോൾ ഇന്നലെ എനിക്ക് അവരുടെ ഒരു കാർഡ് ആരോ അയച്ചു തന്നു. എൻ്റെ ഫോട്ടോ ഇട്ടിട്ട് സിസ്റ്റം കത്രികയിലോ എന്നുള്ളതാണ്. ഈ ഒരു രീതിയിലുള്ള തെറ്റായിട്ടുള്ള പ്രചരണം നടത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമവും നടക്കുന്നുണ്ട്. കോമഡി അടിച്ച് മാനേജ് ചെയ്ത് നന്നായിരുന്നു. ചത്തിട്ട് റീത്ത് വെച്ചോലുണ്ടായിരുന്നു. ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പ്രതിനിധികളെ കണ്ടിടത്തൊക്കെ ഇവരിത് ആവർത്തിക്കുന്നുണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിനെ ആക്രമിക്കുന്നുണ്ടായിരുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്നവനെ നേരിടേണ്ടത് ഇത്തരം ചീപ്പ് പ്ലേകളിലൂടാവരുത്. പക്ഷേ സിസ്റ്റം കത്രികയിലോ എന്നായിരുന്നില്ല ഇന്നലത്തെ ന്യൂസ് അവറിൻ്റെ തലക്കെട്ട്. സിസ്റ്റം കത്രികയിൽ എന്ന് തന്നെയായിരുന്നു. എന്താ നിന്റെ ഉദ്ദേശം? സിസ്റ്റം കത്രികയിലോ എന്ന് ചോദിക്കേണ്ട ആവശ്യം ന്യൂസ് അവറിന് ഉണ്ടായിരുന്നില്ല. കാരണം സിസ്റ്റം കത്രികയിലാണ് എന്നറിയാവുന്നത് കൊണ്ട് മന്ത്രി അതിൽ പറയുന്നുണ്ട് എൻ്റെ ചിത്രം വെച്ച്. പക്ഷെ അതിന് മുകളിൽ മറ്റൊരു ചിത്രം ഉണ്ടായിരുന്നു. ഏതാണ്ട് 5 കൊല്ലമായി ഒരു കത്രിക വയറ്റിൽ വെച്ച് കഴിയുന്ന ഒരു പാവം സ്ത്രീയുടെ, ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയുടെ ആണ് കണ്ടത്. കരയുന്ന ആ രോഗിയെ കണ്ടില്ല, അവരുടെ ദുരിതം കണ്ടില്ല. ഭയങ്കര സന്തോഷം തോന്നോ? ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായെന്ന് തോന്നോ? നിങ്ങൾക്ക് നാണം ഉണ്ടോ? നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. എന്തായാലും മന്ത്രിക്കും പരിവാരങ്ങൾക്കും ഇന്നലത്തെ ന്യൂസ് അവർ ഉയർത്തിയ വിമർശനങ്ങളും മുന്നോട്ട് വെച്ച വസ്തുതകളും തുറന്നു കാട്ടിയ വിവരങ്ങളും നന്നായി കൊണ്ടു എന്നറിഞ്ഞതിൽ സന്തോഷം. അങ്ങനെ നൊന്തെങ്കിൽ തിരുത്തുക. അതിന് കാണുന്നിടത്തെല്ലാം വെച്ച് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പ്രതിനിധികളുടെ തലയിൽ കയറുകയും അവരെ വെല്ലുവിളിക്കുകയും അല്ല ചെയ്യേണ്ടത്. പെർഫോം ചെയ്യാത്ത ഒരു വകുപ്പാണെങ്കിൽ ഇത്ര സമരം ഉണ്ടാവുമോ? ശിക്ഷകളെ വിമർശിക്കുന്നത് സ്വകാര്യ മേഖലയെ സഹായിക്കുന്നതിനാണെന്നാണ് മന്ത്രി പറഞ്ഞത്. ഈ മന്ത്രിയോട് ന്യൂസ് അവറിൻ്റെ ഒരു ചോദ്യമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി മുതൽ എല്ലാ മന്ത്രിമാരും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുന്നത്? പിന്നെ സിഎം എവിടെ ട്രീറ്റ് ചെയ്യണം എന്നാണ് മിസ്റ്റർ ജോയ് പറയുന്നത്? അതിനല്ലേ സർക്കാർ ആശുപത്രിയിലെ അവിടുത്തെ ഡോക്ടേഴ്സും അവിടുത്തെ സർവീസും വേൾഡ് ക്ലാസ് എന്നല്ലേ കഴിഞ്ഞ ആഴ്ച തന്നെ സിഎം പറഞ്ഞിട്ടില്ല? പിന്നെ ആ വേൾഡ് ക്ലാസ് ട്രീറ്റ്മെന്റ് പോകാതെ നമ്മുടെ കാശ് പിടിപ്പിക്കാൻ ഇവിടെ ഒന്ന് കിടക്കണേ. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ ആശുപത്രി ചികിത്സാ ബില്ലുകൾ പൊതുരേഖകളാണല്ലോ. അതെല്ലാം സ്വകാര്യ മേഖലയിലെ ചികിത്സയുടേതാണല്ലോ. ഈ ബില്ലല്ലേ ഇതിന്റെയൊക്കെ കാശാര കൊടുക്കണേ? നമ്മൾ വേറെ തന്നെ ടാക്സിന്റെ അടുത്തല്ലേ കൊടുക്കണേ? ആ ആശുപത്രികളിലൊക്കെ ആരോഗ്യമന്ത്രി പറയുന്ന ഈ അമേരിക്കൻ കുത്തകകൾ ഓഹരി എടുത്തിട്ടുണ്ടല്ലോ. എന്തിനാണ് അവിടെയൊക്കെ നമ്മുടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ പോകുന്നത്? എന്തിനാണ് സ്വകാര്യ മേഖലയെ നിങ്ങൾ സഹായിക്കുന്നത്, ഈ കുത്തകകൾക്ക് വേണ്ടി സംസാരിക്കുന്നത്? അവനവന്റെ ഉത്തരവാദിത്വം മറക്കുകയും ചെയ്യും, സ്ഥാപനത്തിന്റെ ഉടമയെ വിമർശിക്കുകയും വേണം. അങ്ങനെ ഇപ്പോൾ വിമർശനങ്ങൾ സ്വന്തം മുഖത്തേക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനാണ് നോക്കുന്നത്. പക്ഷേ ചിലർക്കൊക്കും ചിലർക്കൊക്കില്ല എന്ന് പറയുന്നത് പോലെ മന്ത്രിക്ക് ഒന്നും ഒക്കുന്നില്ലെന്ന് മാത്രം. സാരില്ലടാ,
നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. മെഡിക്കൽ ധാരാളം ന്യൂനതകളുണ്ട് തീർച്ചയായും, കാരണം രോഗികൾ ധാരാളം വരുന്നുണ്ട്. നമുക്ക് മെഡിക്കൽ എഡ്യൂക്കേഷൻ മാത്രമല്ല പേഷ്യൻ്റ് കെയർ ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്ക് ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ക്രബ് നേഴ്സും ഫ്ലോർ നേഴ്സും വേണ്ടതാണ്. അതൊക്കെ അല്ലേ KGMCT പറയേണ്ടത്? അതാണ് തീർച്ചയായും, അതാണ് ഞങ്ങൾ ദുരന്ത മുഖത്തെങ്കിലും നിങ്ങൾ സത്യം പറയണ്ടേ? മുഖത്ത് നോക്കി കാര്യം പറയാൻ നമ്മൾ ആരെ പേടിക്കണം? നമുക്കറിയാം, ഞങ്ങൾക്ക് സെൻട്രൽ പാർട്ടി റിവിഷൻ ശമ്പളമാണ് കിട്ടുന്നത്. 2016 കിട്ടേണ്ട അരിയറാണ് ഞങ്ങൾ 2026 കിട്ടാൻ വേണ്ടി ഞങ്ങൾ സമരം ചെയ്തുകൊണ്ട്. ന്യായമായ സമരമാണ്. 10 വർഷമായിട്ട് ഡോക്ടർമാരുടെ ശമ്പളം പുതുക്കിയിട്ടില്ല. പക്ഷേ ഈ ശമ്പളം കിട്ടാത്തത് കൊണ്ട് കത്രിയ വയറ്റിൽ വെച്ചുകൂടല്ലോ. അതിന് 2014 തരേണ്ട ശമ്പളം 2019 അവസാനമാണ് തന്നത്. 4 വർഷം 9 മാസം അരിയർ കിട്ടാനുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 4 വർഷം തുടർച്ചയായിട്ട് സർക്കാരിനോട് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രക്ഷയില്ലാതാണ് ഞങ്ങൾ ജൂലൈ 1 മുതൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നത്. കാശിന്റെ കാര്യം ചോദിക്കുമ്പോൾ മാത്രം കാതും കേൾക്കൂല, ഉറക്കൂ. അത് കഴിഞ്ഞിട്ടും നടക്കില്ല എന്ന് കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മുതൽ ഞങ്ങൾ OP ബോയ്ക്കോട്ടും അക്കാഡമിക് ബോയ്ക്കോട്ടും തുടങ്ങിയത്. എങ്കിൽ തന്നെ അടുത്ത ഇതിന്റെ ഈ പ്രശ്നം അങ്ങനെ പരിഹരിക്കും? അതെ, പറഞ്ഞു വരട്ടെ. സംവിധാനങ്ങളുടെ അപര്യാപ്തതയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഡോക്ടർ ഒരു കാര്യം സത്യമാണ്, കേരളത്തിൽ ഇതുപോലെയുള്ള ദുഷ്ചെയ്തികൾക്കെതിരെ പ്രതികരിക്കാൻ കഴിയുന്ന ഏക സർക്കാർ ജീവനക്കാരൻ എന്ന് പറയുന്ന ഡോക്ടർമാരാണ്. അതെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചതുപോലെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയും. കാരണം നിങ്ങളുടെ മേലെടുക്കാൻ കഴിയാവുന്ന നടപടികൾക്ക് പരിമിതിയുണ്ട് സത്യം വിളിച്ചു പറയുമ്പോൾ. അതുകൊണ്ടാണല്ലോ ഡോക്ടർ ഹാരിസിനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചത് പോലും. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അവിടേക്ക് എന്തോ കൊണ്ടുവച്ച് അദ്ദേഹത്തെ കള്ളനാക്കാൻ ശ്രമിച്ചത് പോലും പരാജയപ്പെട്ടത്. അതങ്ങേരുടെ പുണ്യം. ആ ശക്തി നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. നിങ്ങൾ ഇതുപോലെ ഒരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ പോലും സത്യം വിളിച്ചു പറയുന്നില്ല. ഗവൺമെൻറ് സർവീസ് എല്ലാം ഫ്രീ ആണ്. ഇപ്പോൾ നമുക്കറിയാം ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എന്തുമാത്രം സർവീസാണ് കൊടുക്കുന്നത്. കോടിക്കണക്കിന് രൂപ ഒരു ദിവസവും എല്ലാ ദിവസവും അത് ചിലവാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയണം. കാര്യം ഒരു കാര്യം പറയുമ്പം ഞാനൊരു കാര്യം പറയും, വിനു വേറൊരു കാര്യം പറയും. പക്ഷേ മൂന്നാമതൊരു കാര്യം, അതാണ് ശരിയായ രീതി. അപ്പോൾ ആ ശരിയായ രീതിയിൽ എന്ത് വേണം എന്നുള്ളത് നമുക്ക് നോക്കണം. അവനർത്ഥം ഫ്രീ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് പറയുന്നത് ന്യായമായിട്ടും എത്ര നാൾ ഒരു സർക്കാരിന് ഫ്രീ സർവീസ് കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ചർച്ചാ വിഷയമാക്കണം. അത് ഏഷ്യാനെറ്റ് പോലുള്ള ഒരു ചാനൽ ഏറ്റെടുക്കേണ്ട വിഷയമാണ്. നീ ചായ അടിച്ചാൽ മതി, നീ എണ്ണ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ ആണ് ലോകത്തൊരിടത്തും ഈ ആനുകൂല്യങ്ങൾ കിട്ടാത്ത തൊഴിലാളികൾ അത് നൽകാത്ത സർക്കാരിനെ ഇങ്ങനെ പുകഴ്ത്തുന്നുണ്ടാവില്ല. അത് സാറും ഇയാളുടെ കൂടെ കൂടിയല്ലോ. സോ പതറ്റിക്. ഈ ആനുകൂല്യങ്ങൾ കൊടുക്കാതിരുന്നിട്ടും ഒരു സർക്കാരിന് ജീവനക്കാർ സ്തുതി പാടുന്നത് കേരളത്തിൽ മാത്രം നടക്കുന്ന സംഭവമായിരിക്കും. അവർ പക്ഷേ പണിമുടക്കും, അത് കേന്ദ്ര സർക്കാരിനെതിരെ മാത്രമായിരിക്കും. സമ്പൂർണ്ണ ഈ സ്ക്രബ് നേഴ്സിനെ കുറിച്ചൊക്കെ നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞു ഒന്ന് കേൾക്കൂ. സ്ക്രബ് നേഴ്സ് ഉത്തരവാദിത്തപ്പെട്ട ആളാണ്, ഡോക്ടർ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. സ്ക്രബ് നേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഇതിനകത്തുണ്ട് എന്നുള്ളത്, ആ കാര്യങ്ങൾ പരിശോധിക്കുക. ഡോക്ടറും ഇത് നോക്കണം. ഇത് ഡോക്ടറിന്റെ എൻഷുർ ചെയ്യേണ്ട ആവശ്യമാണ്. സ്ക്രബ് നേഴ്സ് ഇത് ചെയ്യുന്ന കാര്യങ്ങൾ അതിന്റെ ഉത്തരവാദിത്വം ഡോക്ടറിന്റെ കൂടിയാണ്. സർജറിക്ക് ശേഷവും ഡോക്ടറുടെ ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഏറ്റവും എളുപ്പം പറയാവുന്ന കാര്യമാണല്ലോ ഇത്. ഈ പ്രൊസീജിയറുകൾ നടക്കുമ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കി തന്നെയാണ് ചെയ്യുന്നതും ചെയ്യേണ്ടതും. ചെയ്തില്ലെങ്കിൽ ചെയ്യുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ്. അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നല്ലേ പറയുന്നത്. അഥവാ അതിലും ഗൗരവം. ഇത്രയും നേരം ഞാൻ അവിടെ തനിക്ക് വേണ്ടി ഒരു ആവശ്യമില്ലാതെ വാദിച്ചു. എല്ലാം വേസ്റ്റ്. ഡോക്ടർ ഹരിപ്രസാദ്, ഈ പ്രോട്ടോകോൾ അനുസരിച്ച് WHO പ്രോട്ടോകോൾ അനുസരിച്ച് ശസ്ത്രക്രിയ നടത്തണം, പ്രൊസീജിയർ പാലിക്കണമെന്നാണല്ലോ മന്ത്രി പറയുന്നത്. അങ്ങനെയെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ശസ്ത്രക്രിയകൾ നടക്കും? കോളേജ് അവസ്ഥയിൽ തീർച്ചയായും ഇത്രയും ശസ്ത്രക്രിയ നടക്കാൻ സാധ്യമല്ല. ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. എന്താണ് ഇത് RT ഫോഴ്സപ്സ് തന്നു, എത്ര സ്ക്രബ് തന്നു എന്നൊക്കെ ഉള്ളത് ഒരു വേറൊരു സ്ക്രബ് നേഴ്സ് അല്ലെങ്കിൽ വേറൊരു ഫ്ലോർ നേഴ്സ് നോക്കാണ്ട് കറക്റ്റായിട്ട് കണക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മാത്രമല്ല ഇത് കോവിഡ് സമയത്ത് നടത്തുന്ന സംഭവം. കോവിഡ് വിടൂ ഡോക്ടറെ, കോവിഡിന് മുമ്പും അതുകൊണ്ട് തീർച്ചയായും തിരുവനന്തപുരത്ത് ഗൈഡ് വെയർ അത് കോവിഡ് കാലത്ത് കമ്പൈൻഡ് തീരുമാനം പറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ പേരുവിരലിൽ നിർത്തി കറക്കും ഞാൻ. ഘട്ടം ഘട്ടമാണ്. ജൂലൈ 1 മുതൽ ഞങ്ങൾ പ്രത്യക്ഷ സമരത്തിലാണ്. കാരണം 5-ാം ദിവസമായിട്ട് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് OP ബോയ്ക്കോട്ടും അക്കാഡമിക് ബോയ്ക്കോട്ടും നടക്കുവാണ്. എങ്കിലും ഒരു മുമ്പോട്ട് ഒരു ചർച്ച. അതായത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ
രോഗികളെ നോക്കുന്നില്ല, വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നില്ല. അതെ, OP ബോയ്ക്കോട്ടും 5 അക്കാഡമിക് ദിവസമായി ബോയ്ക്കോട്ടാണ്. എന്നിട്ടും ആരോഗ്യമന്ത്രി ഈ സിസ്റ്റം ഫെയിലിയർ തീർക്കുന്നില്ല. ഇദ്ദേഹം മന്ത്രിയാണെന്ന് പറയുന്നത് നമുക്ക് ലജ്ജ തോന്നുന്നു. പറ്റില്ലെങ്കിൽ വേറെ പണിക്ക് പോകാൻ പറ. ഞങ്ങൾ ആരോഗ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്, ഫിനാൻസ് മിനിസ്റ്ററെ കണ്ടിട്ടുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കണ്ടിട്ടുണ്ട്. ഞങ്ങൾ വീണ്ടും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത് ഇതിനകത്ത് എത്രയും ഇടപെട്ട് ഞങ്ങൾക്ക് പ്രത്യേകം ഞങ്ങൾ പറയേണ്ടത് കോവിഡ് സമയത്തുള്ള സാലറിയാണ്. ആലോചിച്ച് നോക്കണം. കോവിഡ് സമയത്ത് ഞങ്ങളിൽ അഹോരാത്രം PP കിറ്റിട്ട് ജോലി ചെയ്ത് ആണ് നമ്മൾ കേരളത്തിലെ ആ ഒരു ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്ത്, അതുകൊണ്ടാണ് കേരളം നമ്പർ 1 ഇൻ കോവിഡ് മാനേജ്മെൻ്റ് ആയത്. അങ്ങനെ കഷ്ടപ്പെട്ട് ആ കഥയൊക്കെ നേരത്തെ പൊളിഞ്ഞു പോയതാണ് ഡോക്ടർ. അച്ഛനമ്മയുടെ കഥയൊക്കെ പിന്നീട് വന്ന ഞങ്ങൾ കഷ്ടപ്പെട്ടപ്പോൾ പോയതാണ്. ഇപ്പോൾ ഏതോ കാലത്ത് നടന്ന ഒരു ശസ്ത്രക്രിയ എന്ന് പറഞ്ഞ് ഈ 5 കൊല്ലത്തിനിടയിലുള്ള കാലത്തെ ഏതോ പുരാണ കഥയാക്കി ഒരു മന്ത്രി ചിത്രീകരിക്കുന്നതും അതുകൊണ്ടാണ്. ആരോഗ്യമന്ത്രി ഇന്നലെ കേരളത്തോട്, മാധ്യമങ്ങളോട് സംസാരിക്കുക പറഞ്ഞാൽ ജനങ്ങളോട് സംസാരിക്കുകയാണ്, കേരളത്തോട് വിളിച്ചു പറഞ്ഞ രീതിയിൽ WHO മാനദണ്ഡങ്ങൾ അനുസരിച്ച്, പ്രൊസീജിയർ അനുസരിച്ച് ചെയ്താൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ശസ്ത്രക്രിയ നടക്കുമ്പോൾ ഡോക്ടർ കേരളത്തിലെ മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ സംഘടനയെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. അവർക്ക് വേണ്ടി ഞങ്ങൾ ഓൾറെഡി പത്രപ്രസ്ഥാനം ഇറക്കിയിട്ടുണ്ട്, KMCT ഇതിനു വേണ്ടി ഇറക്കിയിട്ടുണ്ട്. കാര്യം ഇത് ഒരു ഡോക്ടറെ മാത്രം അനാസ്ഥയല്ല, ഇത് ആ സിസ്റ്റത്തിൻ്റെ കുഴപ്പം തന്നെയാണ്. അതാദ്യം മനസ്സിലാക്കുക. ഞങ്ങൾ ഒന്നോർത്താൽ കഷ്ടം തോന്നും. ഡോക്ടറുടെ മാത്രം ഉത്തരവാദിത്വം അല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ കത്രിക നിക്ഷേപിച്ചതാരാ? സ്ക്രബ് നേഴ്സാണോ? സാറിന് ഫീൽ ചെയ്യില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു സർജറി നടത്തുമ്പോൾ കത്രിക രോഗിയുടെ വയറ്റിൽ നിക്ഷേപിക്കപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള, അവർക്ക് മരണം സംഭവിച്ചില്ല, രമ്യമോ വൈകൃതമോ സംഭവിച്ചില്ല, അത് അവരുടെ ആയുസിൻ്റെ ഭാഗ്യം. അതുകൊണ്ട് വേണ്ട. എനിക്ക് മിനിസ്റ്റർ പറഞ്ഞത് ശരിയാണ്, ഇത് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ ആ സിസ്റ്റത്തെ നയിക്കുന്നത് ഇങ്ങനെയുള്ള മന്ത്രിമാരും ആ ഇക്കോ സിസ്റ്റവുമാണ്. 10 വർഷം ഭരിച്ചതിന് ശേഷം 10ാം വർഷം സിസ്റ്റത്തിൻ്റെ കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിനെ മാറ്റാനല്ലെങ്കിൽ പിന്നെ ഇവരെയൊക്കെ എന്തിനാണ് ഈ തെരഞ്ഞെടുത്ത് നാട്ടിലെ ജനങ്ങൾ വെച്ചിരിക്കുന്നത്? തികച്ചും നിന്ദ്യമാണ്, നീചമാണ്, നിരുത്തരവാദപരമാണ്. ഈ ഫാഗ് എൻഡിൽ പോലും തെറ്റുപറ്റിപ്പോയി എന്ന് മനസ്സ് തുറന്ന് വോട്ട് തന്ന് ജയിപ്പിച്ച തങ്ങളുടെ ജനതയോട് പറയുവാനുള്ള പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്? എന്തിനാണ് ഇവരെയുള്ള വെച്ചിരിക്കുന്നത്? BNS പ്രൊവിഷൻ 125 വെച്ചിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. IPC നിലനിൽക്കുന്ന സമയത്ത് നടന്ന ഒഫൻസിന് BNS പ്രൊവിഷൻ ഇൻവോക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? സാധാരണക്കാരുടെ ദുരവസ്ഥയാണ്. അപ്പോൾ ഒരു കേസ് എടുക്കുന്നതിനകത്ത് വരെയും ഇത്ര വലിയ നെഗ്ലിജൻസ് സിസ്റ്റം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആർക്ക്? സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ അപ്രോച്ച് ചെയ്യുന്ന പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരാണ് അല്ലേ? മന്ത്രിമാരെല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും വിദേശത്തുമൊക്കെ പോകുമ്പോൾ അതിനുള്ള പാങ്ങില്ലാത്ത പാവങ്ങളാണ് പോകുന്നത്. IPCയിലെ സെക്ഷൻ 336 ആണ് ഇവിടെ ഇൻവോക്ക് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ളത്. നിങ്ങളെല്ലാവരും കണക്കാ. അതെ, ഞങ്ങളെല്ലാവരും ഒരു കണക്കാണ്. പത്തനംതിട്ട ആശുപത്രിയെ കുറിച്ചൊക്കെ ആരോഗ്യമന്ത്രി ഇന്ന് പറഞ്ഞു, അതുകൂടി ഒന്ന് കേൾക്കാം. ഇന്നിത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. 8000-ലധികം ആൻജിയോപ്ലാസ്റ്റികളാണ് ഈ ജനറൽ ആശുപത്രിയിൽ ചെയ്തിട്ടുള്ളത്. കാത്ത് ലാബിൽ, അവിടെ കാത്ത് ലാബ് കിഫ്ബിയിലൂടെ സ്ഥാപിച്ചു 52 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. മന്ത്രിയുടെ കണക്കൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ പത്തനംതിട്ടയിലെ ജില്ലാ കളക്ടർ, അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ടിരുന്നു കോന്നി എന്ന സ്ഥലത്ത്. അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, സർക്കാർ മെഡിക്കൽ കോളേജ്. അദ്ദേഹത്തിൻ്റെ വാഹനം തലകീഴായി മറിയുകയായിരുന്നു. അദ്ദേഹം ആ പത്തനംതിട്ട നഗരത്തിൽ തന്നെയുള്ള മുത്തൂറ്റ് ആശുപത്രിയിലാണ് ചികിത്സ നേടിയത്. അതായത് കോന്നിയിൽ നിന്ന് അദ്ദേഹം പത്തനംതിട്ടയിൽ വന്ന് കോന്നി മെഡിക്കൽ കോളേജിലോ മന്ത്രി പറഞ്ഞ അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രിയിലോ കയറാതെ ഈ മുത്തൂറ്റ് ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്. ബെസ്റ്റ്. അപ്പോൾ മാതൃക അവിടെ നിന്നൊക്കെ ഉണ്ടാവണം. മന്ത്രിയും പത്തനംതിട്ട താമസിക്കുന്ന ആളാണ്. മന്ത്രിയും അവിടെയൊക്കെയാണ് ചികിത്സ തേടുന്നത്, മന്ത്രിയുടെ ബന്ധുക്കളും അവിടെയൊക്കെയാണ് ചികിത്സ തേടുന്നതെന്ന് നമുക്ക് വിചാരിക്കാം. കാരണം മന്ത്രി തന്നെയാണല്ലോ ഇന്നലെ പറഞ്ഞത്, സ്വന്തം വീട്ടിൽ സ്വന്തം ആളുകൾക്ക് ഇതൊക്കെ ഉണ്ടാവണം, അപ്പോഴേ മനസ്സിലാവുമെന്ന്. അന്ന് വാസ്തവത്തിൽ വളരെ സാധുവായിട്ടുള്ള ഒരു വീട്ടമ്മ മരണപ്പെട്ട, എനിക്ക് വളരെ വേദന ഉണ്ടാക്കിയ ഒരു സംഭവത്തിൽ ഞാൻ അന്ന് ഒന്നും വേണ്ടിയില്ല. ഈ 2010 ഈ ആ കെട്ടിടം 2012 ശിവകുമാറിന്റെ കാലത്ത് നിർമ്മിച്ച കെട്ടിടമാണ് ഇടിഞ്ഞു വീണത്. ആ ശിവകുമാറിന്റെ എതിരെയുള്ള പ്രതിഷേധം ഇവർ നടത്തിയോ? അന്ന് എൻ്റെ വീടിന് നേരെയും എനിക്ക് നേരെയും ആക്രമണവും അതിക്രമവും നടത്താൻ ഇവർ ശ്രമിച്ചില്ലേ? അപ്പോൾ അവരുടെ ആരോഗ്യമന്ത്രി അന്നത്തെ ആരോഗ്യമന്ത്രിക്കെതിരെ ഇവർ ആക്രമണം നടത്തിയോ? അല്ലെങ്കിൽ ഇവർ റീത്ത് വെച്ചോ? ഇവർ ശവപ്പെട്ടിയുമായിട്ട് പോയോ?
ആ കെട്ടിടം 2012 പണിതതാണെന്ന് കോട്ടയം ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടുണ്ട്. അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു. ഏകദേശം അറിയായിരുന്നു. യഥാർത്ഥത്തിൽ അന്ന്, അതായത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്ന് ഒരു സ്ത്രീ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ഉയർന്നത് ഈ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം പരിഗണിച്ചല്ലല്ലോ. അന്ന് അവിടെ ആ കെട്ടിടം ഉപയോഗശൂന്യമാണെങ്കിൽ അത് പൂർണ്ണമായും അടയ്ക്കണമായിരുന്നു, അവിടേക്കുള്ള പ്രവേശനം നിരോധിക്കണമായിരുന്നു. മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? ആ അപകടത്തിന് ശേഷം രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ മന്ത്രി പ്രഖ്യാപിക്കുകയാണ് ആരും മണ്ണിനടിയിലില്ല, ഒരാളുമില്ല. അതിനുശേഷമാണ് അവിടെ നിന്ന് ഈ സ്ത്രീയെ കണ്ടെടുക്കുന്നതും അവർ മരിക്കുന്നതും. എത്ര വട്ടം ഞാൻ സൈക്കിളോടെ പറ്റൂലടേ. ഈ രണ്ട് കാരണങ്ങളുടെ പേരിലാണ് ആരോഗ്യമന്ത്രിക്കെതിരെ അന്ന് വലിയ പ്രതിഷേധം ഉയർന്നത്, ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം. പക്ഷേ അതും അവർ വളച്ചൊടിച്ച് ശിവകുമാറിൻ്റെ കാലത്ത് തകർന്ന കെട്ടിടത്തിന് എനിക്ക് എതിരെ പ്രതിഷേധം നടന്നു വന്ന മട്ടിലാണ് ആക്കുന്നത്. കഷ്ടം. എനിക്ക് തോന്നുന്നു മിസ്റ്റർ അഭിലാഷിനോട് ഈ സർജറിയെ പറ്റി ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കണമെന്ന് പറയണം. കാര്യം നമുക്ക് ഒരു ഡോക്ടറെ ഒരിക്കലും ഒരു ആദ്യമായിട്ട് അത് കത്രികയല്ല അകത്ത് വെച്ചത്, ഒരു ആർട്ടറി ഫോഴ്സപ്സ് ആണ്, രക്തം ക്ലോട്ട് ചെയ്യാൻ വേണ്ടി. നമുക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അകത്ത് വെച്ചതെല്ലാം തീർത്ത് കിട്ടി എന്ന് ഒരു സ്റ്റാഫ് നേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ തീർച്ചയായും അത് ഓപ്പറേഷൻ ക്ലോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറുടെ റെസ്പോൺസിബിലിറ്റി അല്ല എന്ന് ആദ്യമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. എത്രയും പെട്ടെന്ന് വലിയ ന്യായീകരണമാണ് ഡോക്ടറെ. എന്തോ ഡോക്ടർ പറയട്ടെ. അപ്പം പിന്നെ ഒന്നുമില്ല, വീണ ജോർജിനെക്കാളും വലിയ ന്യായീകരണമാണ്. ഇതിന് മാസക്കൂലിയ ദിവസക്കൂലിയ അല്ലല്ല, ഒരിക്കലും ആ ഡോക്ടറെ കുറ്റം പറയാൻ സാധിക്കത്തില്ല. കാരണം ആ ഡോക്ടർ ഇത്ര എണ്ണിക്കൊണ്ടിരിക്കാൻ സാധിക്കത്തില്ല. എന്താ പറയുന്നത്? അത് എത്ര കത്രി വെച്ചു, എത്ര പഞ്ഞു വെച്ചു എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഡോക്ടർക്ക് എത്ര നിശ്ചിത സമയത്തിന് ഓപ്പറേഷൻ ചെയ്ത് തീർക്കാമെന്നുള്ളതൊന്നും അറിയില്ല. എങ്കിലും ഡോക്ടർക്ക് 50 കൊല്ലം ഇത് ഇവിടെ ഇരിക്കുമെന്ന് പറയാൻ പറ്റുമായിരുന്നു. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. അത് ഒരു ധാർമ്മിക സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ഞങ്ങളും പറയുന്നില്ല. പക്ഷേ എങ്കിലും ആ ഡോക്ടറെ മാത്രം ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കത്തില്ല എന്ന് ഞാൻ വീണ്ടും ഉറപ്പിച്ച് പറഞ്ഞുകൊള്ളട്ടെ. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറോട് ഈ സംവിധാനങ്ങളെ കുറിച്ച് ചോദിച്ചത്. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഫ്രീ ചികിത്സ കൊടുക്കാൻ പറ്റില്ല. ഡോക്ടറെ, ഈ ഫ്രീ ചികിത്സ എന്ന് പറഞ്ഞത് ആരുടെ പണമാണ്? മെഡിക്കൽ കോളേജിൽ ഈ സൗജന്യ ചികിത്സ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നല്ലോ സർക്കാർ ആശുപത്രി. ആരുടെ പണമാണ്? നമ്മുടെ പൈസയാണ്. ഇത് ആ ചികിത്സ കിട്ടുന്ന ജനങ്ങളുടെ പണം തന്നെയല്ലേ? പക്ഷേ അല്ലാതെ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാവരും എടുത്തോണ്ട് വരുന്ന പണമൊന്നുമല്ലല്ലോ. അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഈ ഫീസ് ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് പറഞ്ഞതല്ല. അപ്പൊ ഈ ഫ്രീ എന്ന് പറയുമ്പോൾ അത് ജനങ്ങളുടെ പണമാണെന്നൊരു കൺസെപ്റ്റ് കൂടി ഉണ്ട്. ആരോഗ്യമന്ത്രി മാത്രമല്ല, പലതും പറഞ്ഞതിന് പിന്നാലെ മന്ത്രിയോടൊപ്പം വാഹനത്തിൽ കയറിയ മന്ത്രിയുടെ ഭർത്താവ് ക്യാമറാമാൻ ആ ചിത്രങ്ങൾ പകർത്തുന്നതിനിടയിലും ചില കാര്യങ്ങൾ പറഞ്ഞു. അതുകൂടി മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ ഇത്. പ്രസാദ് വെട്ടിപ്പുറത്തിനോടാണ് അങ്ങനെ പറഞ്ഞത്. മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഈ ചക്കിക്കൊത്ത ചങ്കരൻ.